ഒക്ടോബർ 13, 1972 ഒരു ഉറുഗ്വേൻ റഗ്ബി ടീം ഉൾപ്പെടെ 45 പേരുമായി യാത്ര ചെയ്ത ഒരു വിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് ആൻഡീസ് പർവ്വതനിരകളിൽ തകർന്നു വീണു. ആഘാതത്തിൽ 12 പേർ തൽക്ഷണം മരിച്ചു. 12,000 അടിയിൽ കുടുങ്ങിയ അവർക്ക് ഭക്ഷണമോ ചൂടോ ഇല്ലായിരുന്നു. 10 ദിവസത്തിനു ശേഷം രക്ഷാപ്രവർത്തകർ തിരച്ചിൽ ഉപേക്ഷിച്ചു. ജീവനോടെയിരിക്കാൻ അവർ കിട്ടുന്നതെല്ലാം ഭക്ഷിച്ചു, ലഗേജിൽ നിന്നുള്ള ലെതർ പോലും. എന്നാൽ താമസിയാതെ മരിച്ചുപോയ സുഹൃത്തുക്കളുടെ തണുത്തുറഞ്ഞ ശരീരം ഭക്ഷിച്ചുകൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്തതിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ക്രൂരമായ ഹിമപാതത്തിൽ 8 പേർ കൂടി മരിച്ചു. ബാക്കി 19 പേർ മാത്രം അവശേഷിച്ചു. 72 ദിവസം അവർ കുടുങ്ങി. തങ്ങൾ കാത്തിരുന്നാൽ തങ്ങൾ മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ട 2 പേർ നാൻഡോ പരാഡോയും റോബർട്ടോ കനേസിയും മാരകമായ മലനിരകളിലൂടെ 10 ദിവസത്തേക്ക് ഭക്ഷണമില്ലാതെ കാൽനടയായി കയറി. ഒടുവിൽ അവർ ഒരു ചിലി കർഷകനെ കണ്ടെത്തി. അയാൾ അധികാരികളെ അറിയിച്ചു. ഹെലികോപ്റ്ററുകൾ എത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി. 72 ദിവസത്തിനു ശേഷം 16 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്.